മോദി സർക്കാരിന് ഇന്ന് 12 വയസ്സാവുകയാണ്. 2024 ജൂൺ 9 മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഭാരതത്തെ നിലനിർത്താൻ സാധിച്ചത് സർക്കാരിന്റെ നേട്ടമാണ്. ഭീകരതയ്ക്ക് കനത്ത മറുപടി നൽകുമെന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മൂന്നാം മോദി സർക്കാർ തെളിയിച്ചു. 12 വർഷങ്ങൾ 12 നേട്ടങ്ങൾ എന്ന മുദ്രാവാക്യവുമായി BJP ഒരു മാസത്തെ പ്രചരണ പരിപാടിക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രിയാകുന്നു എന്ന റെക്കോർഡോടെയാണ് 2024 ജൂൺ 9 നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേറിയത്. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലൂടെ രാജ്യത്തെ കരുത്തോടെ മുൻപോട്ട് നയിക്കുകയായിരുന്നു ലക്ഷ്യം. കൃഷിയും ചെറുകിട വ്യവസായവും മുതൽ പ്രതിരോധം, സാങ്കേതിക വിദ്യ വരെയുള്ള മേഖലകളിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ 80 കോടിയിലധികം ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, കിസാൻ സമ്മാൻ നിധി തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ തുടർന്നു. അതുകൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷമുള്ള ആഗോള പ്രതിസന്ധിയിലും പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടയിലും ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം നിലനിർത്താൻ മോദി സർക്കാരിന് സാധിച്ചു. അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച് ഭീഷണി ഉയർത്തിയപ്പോൾ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ലോകവിപണിയിൽ മറ്റ് സാധ്യത കണ്ടെത്തിക്കൊണ്ട് ഇന്ത്യ നെഞ്ചുവിരിച്ചു നിന്നു. ഇന്ന് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ പശ്ചിമേഷ്യൻ ശക്തികളുമായും ഒരുപോലെ സ്വതന്ത്ര വ്യാപാര കരാർ രൂപീകരിച്ചു. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി 2014 മുതൽ തന്നെ മോദി സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ്. ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ നിരപരാധികൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ ഒരിക്കലും മറക്കാനാകാത്ത മറുപടി ഭാരതം നൽകി. From the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done. The entire nation is firm in this resolve. Everyone who believes in humanity is with us. I thank the people of various countries and their leaders who have stood with us in these times. പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചത് മോദി സർക്കാരിന്റെ മികച്ച നയതന്ത്ര നീക്കമായാണ് വിലയിരുത്തുന്നത്. ദേശീയപാത, റെയിൽവേ വികസനത്തിലും കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നു. ബഹിരാകാശ മേഖലയിലും ഇന്ത്യ മുന്നേറ്റം തുടരുകയാണ്. ഗഗൻയാൻ മനുഷ്യദൌത്യത്തിനുള്ള തയ്യാറെടുപ്പുകൾക്കൊപ്പം സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യയിൽ പുരോഗതി കൈവരിക്കാനായി. 2047 വികസിത ഭാരതിലേക്കുള്ള യാത്ര എന്ന ഒറ്റവാക്കിൽ നമുക്ക് മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താം. അതിനുമപ്പുറം ദേശീയ നിലപാടുകളിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും ഭീകരവാദത്തിന് അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ കയറി മറുപടി നൽകുമെന്നും മൂന്നാം മോദി സർക്കാരും തെളിയിച്ചു. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്.